5 മക്കളിൽ 4 പേരെയും സമർപ്പിച്ച ഒരമ്മയുടെ ഭൗതിക ശരീരത്തിൻ്റെ ചുറ്റുമാണ് നമ്മളെല്ലാം കൂടിയിരിക്കുന്നത്. കർത്താവിൻ്റെ സഭയെ പരിപാലിക്കാൻ മക്കളിൽ 4 പേരെ, 2 പേര് ദേശത്ത് പട്ടക്കാരായും 2 പേര് ഭഗൽപൂർ മിഷൻ പ്രേക്ഷിത മേഖലയിലായിട്ട് എത്രയോ ദർശനമാണ് ഈ കുടുംബം നമുക്ക് നൽകുന്നത്. പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് സഭയ്ക്കുള്ള സ്ഥാനം, അതിൽ ഓരോ കുടുംബത്തിൻ്റെയും സുപ്രധാനമായ ദൗത്യം, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ സഭയെ പരിപാലിച്ച് വളർത്താനുള്ള നിയോഗവും, ഇതെല്ലാം ഈ കുടുംബം എത്രയോ മഹത്വരമായിട്ട് നൽകി. പ്രകാരം ഒരു സഭാ ശുശ്രൂഷയ്ക്ക് ഈ മക്കളെയെല്ലാം സജ്ജമാക്കിയ ദർശനം, ഇതിൻ്റെ പ്രധാന കാരണക്കാർ ഈ അപ്പനും അമ്മയുമാണ്. അമ്മയുടെ വളരെ സവിശേഷമായ സുഹൃതങ്ങൾ ബഹുമാനപ്പെട്ട ജോയി ചേട്ടനും അവരുടെ പ്രാർത്ഥനയും സുഹൃതങ്ങളും സഹനവും, വലിയൊരു സഹനത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് ഈ മാതാപിതാക്കന്മാർ. മൂത്ത കുട്ടി 6 വയസ്സുള്ളപ്പോൾ സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അടുത്ത് കാത്തുനിന്ന് അമ്മയുടെ അടുക്കിലേക്ക് ഓടി വരുന്ന അവസരത്തിലാണ് ഒരു വാഹനം വന്നിടിച്ച് ആ കുഞ്ഞ് മരിക്കുന്നത്. അമ്മയുടെ കൺമുമ്പിലുണ്ടായ ദാരുണമായ സംഭവം ആ കുടുംബത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തുകയും അത് എത്രമാത്രം സഹനം മാതാപിതാക്കൾക്ക് നൽകി. കുഞ്ഞുനാളിൽ ആദ്യ മകനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച ഒരമ്മ പിന്നീട് മക്കളെയെല്ലാം, പിന്നീട് മൂത്ത മകൻ ടൈറ്റസ് വിവാഹിതനായി ഇപ്പോൾ UK കുടുംബസമേതമുണ്ട്. മറ്റു മക്കളെല്ലാം ബലിപീഠ ശുശ്രൂഷയ്ക്കായി സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാർട്ടിനച്ഛനും നിർമ്മലച്ഛനും, മാർട്ടിനച്ഛൻ വാര്യാനിക്കാട് ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു. നിർമ്മലച്ഛൻ ഇപ്പോൾ MTH പടവാതൂരിൽ പഠിക്കുകയാണ്. അൽഫോൻസ് അച്ഛൻ ഭഗൽപൂർ രൂപതയിൽ, ഡീക്കൻ വിമൽ ഈ വർഷം പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹവും ഭഗൽപൂർ രൂപതയ്ക്കാണ്. ഇതെല്ലാം നന്ദിയോടെ സഭ ഓർക്കുന്ന അവസരമാണ്. ഈ കുടുംബം കർത്താവിൻ്റെ സഭയ്ക്കായിട്ട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. ജോയി ചേട്ടനും മോളിയമ്മയും, മോളിയമ്മ ഈ ഇടവകയിൽ മാതൃജ്യോതി, ഫ്രാൻസിസ്കൻ 3-ാം സഭ, അതുപോലെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും സജീവമായിട്ട് കൂടുതൽ വർത്തിക്കുന്ന വ്യക്തിയാണ്. കപ്പാട് പുതിയാകുന്നേൽ ചെറുക്കടവ് മണ്ണമ്പിളാക്കൽ കുടുംബാംഗമായിരുന്നു. ഇവിടെ വന്ന് കാഞ്ഞിരപ്പള്ളി കുന്നം ഭാഗത്തുള്ള പന്തിരുവേലിൽ പുരാതനമായ കത്തോലിക്ക കുടുംബമാണ്. പന്തിരുവേലിൽ ജോയി ചേട്ടനെ വിവാഹം ചെയ്ത് വിശുദ്ധമായൊരു പാരമ്പര്യം ആ കുടുംബത്തിന് നൽകി 65-ാം വയസ്സിൽ നമ്മിൽ നിന്ന് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാം ഓർക്കുന്നു ഈ അമ്മയുടെ സവിശേഷമായ സഹനം, പ്രാർത്ഥന, സുഹൃതങ്ങൾ. അതുപോലെ നല്ല ഒരു കുടുംബജീവിതം. ജോയി ചേട്ടനോട് ചേർന്ന് 2 പേരും നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെയാണ് മൂത്ത മകൻ ടൈറ്റസും കുടുംബാംഗങ്ങളും എല്ലാം. ഇപ്പോൾ വിദേശത്താണെങ്കിലും അവർ നല്ല സഭാ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ 3 പേരെയും ഡീക്കനെയും വലിയ ആദരവോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അവർ വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ഈ രൂപതയിലും മിഷനിലുമെല്ലാം പ്രവർത്തിക്കുന്നവരാണ്. നല്ല ഉത്സാഹമുള്ളവരാണ്, അധ്വാനിക്കുന്നവരാണ്. മാതാപിതാക്കന്മാരെ പോലെ തന്നെ അവർ പഠിപ്പിച്ച പാഠങ്ങൾ കൃത്യമായിട്ട് അനുവർത്തിക്കുന്നതിൽ ഇവരെല്ലാം ഉത്സാഹത്തോടെ വർത്തിക്കുന്നു. ഇവർ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക്
നല്ല താല്പര്യത്തോടുകൂടി പറയാറുണ്ട്. ഇവരുടെ ശുശ്രൂഷകളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇവരുടെ ശുശ്രൂഷകളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈ അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നല്ല ദിവസം കർത്താവിൻ്റെ ആ തിരുഹൃദയ തിരുനാൾ ദിവസം തന്നെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് തൻ്റെ കുടുംബജീവിത ശുശ്രൂഷ പൂർത്തിയാക്കിയ ഈ അമ്മ സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ വിളി കേട്ട് യാത്രയാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഒരു കുടുംബത്തെ ദൈവം നമുക്ക് നൽകി നല്ലൊരു കുടുംബ ശുശ്രൂഷ പൂർത്തിയാക്കി ദൈവം ഏൽപ്പിച്ച ദൗത്യം ദൈവത്തിൻ്റെ തിരുമനസ്സനുസരിച്ച് നിറവേറ്റി അങ്ങനെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടെ തൻ്റെ ജീവിതം പൂർത്തിയാക്കി മടങ്ങുന്ന ഈ അമ്മയ്ക്ക് ഭക്തിപൂർവ്വം നമുക്ക് ദൈവസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മാർട്ടിനച്ഛനോട്, അൽഫോൻസ് അച്ഛനോട്, നിർമ്മലച്ഛനോട്, ടി കെൻ വിമലിനോട്, മൂത്ത മകൻ ടൈറ്റസ്, കുടുംബാംഗങ്ങളോടും ഏറ്റവും വിശിഷ്യ പ്രിയപ്പെട്ട ജോയി ചേട്ടനോടും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം ഈ കുടുംബത്തെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഈ അമ്മ സ്വർഗത്തിൽ നിന്ന് നമുക്കായി പ്രാർത്ഥിക്കട്ടെ.